ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വയനാട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധിയെ ആവേശത്തോടെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. കന്നി അംഗത്തിന് പ്രിയങ്ക ചുരം കയറുമ്പോൾ ഭൂരിപക്ഷം കുത്തനെ ഉയർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വം. സ്ത്രീ വോട്ടുകൾ ഭൂരിഭാഗവും പ്രിയങ്കയ്ക്ക് ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് പകരം എത്തുന്ന പ്രിയങ്കയെ രണ്ടാം ഇന്ദിര എന്നാണ് കോൺഗ്രസ് വിശേഷിപ്പിക്കുന്നത്. വയനാടിന്റെ സ്നേഹവും ലാളനകളും ഏറ്റുവാങ്ങിയാണ് രാഹുൽ ഗാന്ധി ചുരമിറങ്ങിയത്. പകരം ചുരം കയറുന്ന സഹോദരി പ്രിയങ്ക ഗാന്ധിയെ ആവേശത്തോടെ വരവേൽക്കാൻ തയ്യാറെടുക്കുകയാണ് UDF പ്രവർത്തകർ. 2 വട്ടം രാഹുൽ നേടിയ മിന്നും വിജയം ആവർത്തിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷ. 2019 രാഹുൽ ഗാന്ധി നേടിയ 4.31 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം പ്രിയങ്ക മറികടക്കുമെന്നും കണക്കുകൂട്ടുന്നു. ദേശീയതലത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ മുന്നേറ്റം വയനാട്ടിൽ പ്രതിഫലിച്ചേക്കും. ന്യൂനപക്ഷ വോട്ടുകളും സ്ത്രീ വോട്ടുകളും ലക്ഷ്യമിട്ടാകും UDFൻ്റെ പ്രചാരണം. പ്രിയങ്കയെ രണ്ടാം ഇന്ദിരയെന്നാണ് കോൺഗ്രസ് വിശേഷിപ്പിക്കുന്നത്. കന്നിയംഗത്തിന് കേരളത്തിലെത്തുന്ന പ്രിയങ്കയെ ഇരുകൈയും നീട്ടി വയനാട് സ്വീകരിക്കുമെന്ന് കോൺഗ്രസ് കരുതുന്നു. 2019 വയനാട്ടിൽ ആദ്യ മത്സരത്തിന് രാഹുൽ എത്തുമ്പോൾ ഒപ്പമുണ്ടായിരുന്നത് പ്രിയങ്കയായിരുന്നു. പിന്നീട് രാഹുലിനൊപ്പം പലവട്ടം വയനാട്ടിലെത്തിയിട്ടുണ്ട് പ്രിയങ്ക. മലനാടുമായുള്ള നെഹ്റു കുടുംബത്തിൻ്റെ ആത്മബന്ധം അറുത്തുമാറ്റാൻ കഴിയില്ലെന്ന് വ്യക്തം. ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയതോടെ ഏറെ താമസിയാതെ വയനാട്ടിലേക്ക് പ്രിയങ്ക എത്തും. ഉപതെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളും വൈകാതെ തുടങ്ങാനാണ് UDF തീരുമാനം. റിപ്പോർട്ടർ R. റോഷിപാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.